ರೌಂಡ್ ಬರಬೇಕು. ರೌಂಡ್ ಮಾಡಿಬಿಟ್ಟು ಹೀಗೆ നൈസായിട്ട് വാങ്ങിയിട്ട് 5. ഹലോ ഗൈസ്, അപ്പോൾ ആദ്യം നിങ്ങൾ കേട്ടത് കന്നഡ സംഭാഷണമായിരുന്നു. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ വരുന്ന കന്നഡ ചേച്ചി ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് സ്പെഷ്യലായിട്ട് ഒരു സ്വീറ്റ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കർണാടക സ്പെഷ്യൽ ആയിട്ടുള്ള ബദാം പൂരി എന്ന് പറഞ്ഞിട്ടുള്ള സ്വീറ്റാണ് ചേച്ചി നമുക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നത്. സംഭവം വളരെ സിമ്പിളാണ് കേട്ടോ. ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യെടുത്ത് ഉരുക്കി മാറ്റി വെക്കുക. പിന്നെ വേറെ ഒരു പാത്രം എടുക്കുക. അതിൽ 2 ഗ്ലാസ് ഓഫ് മൈദയാണ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ അതിന് 1 ഗ്ലാസ് ഓഫ് ചിറോട്ടി റവ നമ്മുടെ നാട്ടിൽ എന്താ പറയാന്ന് അറിയില്ല, നിങ്ങൾക്ക് ഗൂഗിൾ അടിച്ച് നോക്കിയാൽ കിട്ടും കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ ഈ ഉരുക്കിയ നെയ്യും ഒഴിച്ച് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നല്ല രീതി നമ്മൾ കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തി മാവിനെക്കാട്ടിലും കുറച്ചുകൂടെ സോഫ്റ്റ്നെസ് കുറഞ്ഞിട്ട് വേണം കുഴച്ചെടുക്കാൻ. അങ്ങനെ ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ മാവിനെ ഒരു 10 മിനിറ്റ് അടച്ചു വെക്കണം. മീൻ ടൈം നമുക്ക് പഞ്ചസാര പാനി തയ്യാറാക്കാം. ആ 10 മിനിറ്റിന് ശേഷം നമ്മൾ മാവിനെ പുറത്തെടുത്തിട്ട് നമ്മുടെ പടവലങ്ങയൊക്കെ പോലെ നല്ലോണം പരത്തി എടുക്കണം കേട്ടോ. പിന്നെ ഇങ്ങനെ മുറിച്ച് കൊടുക്കാവുന്നതാണ്. എല്ലാം ഈക്വൽ സൈസിലായിരിക്കണം. ഒരുപാട് കട്ടി കൂടിപ്പോയി കഴിഞ്ഞാൽ ഉള്ളിലൊന്നും നമ്മുടെ പഞ്ചസാര പാനി പിടിക്കില്ല. അങ്ങനെ അമ്മ ഒരു അറ്റംപ്റ്റ് നടത്തി, പക്ഷെ അത് നല്ല ഐശ്വര്യമായിട്ട് തന്നെ പാളിപ്പോയി. അങ്ങനെ ചേച്ചി തന്നെ ചെയ്യാന്ന് പറഞ്ഞു. മീൻ ടൈം അവിടെ നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ല അസലായി ചൂടാവണം. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഓരോ മാവിനെ എടുത്തിട്ട് നല്ല തിന്നായി പരത്തണം. ഒരുപാട് തിന്നും ആവാൻ പാടില്ല. എന്നിട്ട് ഇതിനെ 4 ആക്കിയിട്ട് ഫോൾഡ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് ഉള്ളിൽ നല്ല അടിപൊളിയായിട്ട് 4 ലെയർ കാണാൻ പറ്റും. നമുക്ക് പൂ എതളൊക്കെ പോലെ തോന്നും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഭംഗി മാത്രമല്ല അപാര ടേസ്റ്റുമാണ് ഗൈസ്. അങ്ങനെ ചേച്ചി കുറേ എണ്ണം ഉണ്ടാക്കി, കുറച്ച് ഈ ഷേപ്പിൽ ഉണ്ടാക്കി. പിന്നെ ചേച്ചി പറഞ്ഞു ബാദുഷ ഇതേപോലെയാണ് ഉണ്ടാക്കുക എന്ന്. അങ്ങനെ ഒരു 5 ബാദുഷ ഷേപ്പിൽ ഉണ്ടാക്കി കേട്ടോ. അമ്മ എല്ലാം അറ്റംപ്റ്റ് നടത്തിയെങ്കിലും എല്ലാം 8 നില പൊട്ടി. അങ്ങനെ ഇതിനെ എന്ത് ചെയ്യണം, നമ്മൾ വറുത്തെടുക്കണം. ഒരു 5 മിനിറ്റിൽ പെട്ടെന്ന് ഇത് വറന്ന് റെഡിയാവും കേട്ടോ. പിന്നെ ഇതിനെ നേരെ നമ്മുടെ പഞ്ചസാര പാനിയിലേക്ക് തട്ടുക. ഒരു 2 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് ഇളക്കി കൊടുക്കുക. നല്ല അടിപൊളിയായിട്ട് പഞ്ചസാരയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. പിന്നെ പ്ലേറ്റിലേക്ക് മാറ്റിക്കോളൂ, തിന്ന് നോക്കൂ. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഗൈസ്. അപ്പം നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു ട്രൈ ദിസ് ഔട്ട് അറ്റ് ഹോം. ടാ